നമസ്കാരം, ഋഷിപ്രക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇപ്പോൾ നമ്മൾ സംഖ്യാശാസ്ത്ര പ്രകാരം ഓരോ തീയതികളിലും ജനിച്ചിട്ടുള്ളവരുടെ ഏകദേശ സ്വഭാവ സവിശേഷതകളും കൂടാതെ അവർ ശ്രദ്ധിക്കേണ്ട ആരോഗ്യ കാര്യങ്ങളും മറ്റുമാണ് പറഞ്ഞു പോകുന്നത്. വളരെ ചെറിയൊരു വീഡിയോ ആണ്, ചുരുക്കത്തിലാണ് പറഞ്ഞു പോകുന്നത്. ഈ വീഡിയോ പ്രേക്ഷകർക്ക് താല്പര്യം ഉണ്ടാകുന്ന പക്ഷം കൂടുതൽ വിശദമായിട്ട് സമ്പൂർണ്ണ സ്വഭാവ സവിശേഷതകളെ, അതായത് ഓരോ നക്ഷത്രങ്ങളും അറിയേണ്ടതെല്ലാം എന്നുള്ള എന്റെ വീഡിയോയിൽ വിശദമായിട്ട് 2 ഭാഗങ്ങളിലായിട്ട് പ്രതിപാദിച്ചതുപോലെ തന്നെ വളരെയേറെ നിരീക്ഷണങ്ങൾ ചെയ്ത് ഓരോരുത്തരുടെയും ഫലങ്ങളെ അവതരിപ്പിക്കുന്നുണ്ട്. ഇത് ഒരു ആമുഖമായിട്ട് ചുരുക്കത്തിൽ പറയുകയാണ്. 1 മുതൽ 9 വരെയുള്ള സംഖ്യകളിൽ ജനിച്ച വ്യക്തികളുടെ സ്വഭാവ സവിശേഷതകളും അവർ ശ്രദ്ധിക്കേണ്ട ഏതാനും ചില കാര്യങ്ങളുമാണ് ഈ വീഡിയോകളിൽ പറഞ്ഞു പോകുന്നത്. ഒരാളുടെ ആരോഗ്യം, ആയുസ്, സ്വഭാവ സവിശേഷതകൾ എന്നിവയെ പറ്റി സംഖ്യാശാസ്ത്രം സാമാന്യമായി സിദ്ധാന്തിക്കുന്നുണ്ട്. ജന്മസംഖ്യ, വിധിസംഖ്യ, നാമസംഖ്യ, മാതാപിതാക്കൾ, ഭാര്യ, കുട്ടികൾ എന്നിവരുടെ എല്ലാം ജന്മസംഖ്യകൾ ഒത്തുചേരുമ്പോഴാണ് ഒരു വ്യക്തിയുടെ സമ്പൂർണ്ണ ഫലങ്ങൾ കിട്ടുക. ഇപ്പോൾ നമ്മൾ പറയുന്നത് ജന്മസംഖ്യ മാത്രം അനുസരിച്ചുള്ള ഫലങ്ങളാണ്, അത് പൊതുവായിട്ടുള്ള ഫലങ്ങളാണ്. ഇവിടെ നമുക്ക് ഒരാളുടെ ജന്മസംഖ്യ അനുസരിച്ചുള്ള സാമാന്യ സ്വഭാവ സവിശേഷതകളും ആരോഗ്യം തുടങ്ങി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും എല്ലാം പറഞ്ഞു പോകാം. ഇപ്പോൾ നമുക്ക് 5 ജന്മസംഖ്യയുള്ളവരുടെ സമ്പൂർണ്ണ സ്വഭാവ സവിശേഷതകളും ഏകദേശം അറിഞ്ഞിരിക്കേണ്ട ആരോഗ്യ കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെയും പറഞ്ഞു പോകാം. 5 എന്ന സംഖ്യയെ പ്രതിനിധീകരിക്കുന്ന ബുധനാണ്. 5 ജന്മസംഖ്യ എന്നാൽ 5-ാം തീയതി, 14-ാം തീയതി, 23-ാം തീയതി എന്നീ തീയതികളിലൊക്കെ ജനിക്കുന്നവർക്കാണ്. ഇവർ സുഹൃത്ത് ബന്ധത്തിന് മറ്റെന്തിനേക്കാളും വില കൽപ്പിക്കുന്നവരായിരിക്കും. ഇവർ തമാശക്കാരായിരിക്കും. തമാശ ആസ്വദിക്കാനും പറയാനും ഇവർക്കറിയാം. ബുദ്ധി വൈഭവമുള്ളവരായിരിക്കും. ഇവർ നല്ല റൊമാൻറ്റിക് സ്വഭാവമുള്ളവരുമായിരിക്കും. വീടിനെയും വീട്ടുകാരെയും സ്നേഹിക്കുക എന്നുള്ളതാണ് ഇവരുടെ പ്രധാന അജണ്ട എന്ന് തന്നെ പറയാം. ഇനി 5 ജന്മസംഖ്യയുള്ളവരുടെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെ പറഞ്ഞു പോകാം. ഇവർക്ക് ആസ്മാരോഗം പിടിപെടാൻ സാധ്യതയേറെയാണ്. 5 ജന്മസംഖ്യയുള്ളവർ മദ്യപാനവും പുകവലിയും ഒഴിവാക്കിയേ പറ്റൂ. സസ്യാഹാരമാണ് ഇവർക്ക് ഏറ്റവും ഉചിതമായിട്ടുള്ളത്. ഫെബ്രുവരി, മെയ് മാസങ്ങൾ ഇവർ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധിക്കേണ്ട മാസങ്ങളാണ്. കൂടാതെ ഡിസംബർ മാസങ്ങളിലും പരമാവധി വിശ്രമം ആവശ്യമാണ്. സംയുക്ത ജന്മസംഖ്യയെ സൂചിപ്പിക്കുന്ന 41, 50 എന്നീ വയസ്സുകളിൽ എത്തുമ്പോൾ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ ശ്രദ്ധിക്കേണ്ടതാണ്. മതിയായിട്ടുള്ള കരുതൽ എടുക്കേണ്ടതാണ് എന്നർത്ഥം. കൂടുതൽ വിശദമായിട്ട് സ്വഭാവ സവിശേഷതകൾ പിന്നീട് അവതരിപ്പിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റ് ആയിട്ട് അറിയിക്കുക. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വിഷയങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.